ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളൊരു ലേറ്റസ്റ്റ് ന്യൂസുമായിട്ടാണ് വന്നത്. ഇപ്പോൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂസാണ്. ഇപ്പോൾ ഒരുപാട് ട്രോളുകളും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ സംവിധായകൻ രമേശ് നാരായണൻ. അപ്പോൾ രമേശ് നാരായണൻ നമ്മുടെ ആസിഫിക്കയുടെ കയ്യിൽ നിന്ന് നമുക്ക് എന്താ പറയുക, അവാർഡ് സ്വീകരിക്കാൻ താല്പര്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വേറൊന്നും കൊണ്ടല്ല, ആസിഫിക്ക ചെറിയൊരു യുവനടനാണ്. അതിനേക്കാളും വലിയ കഴിവ് തെളിയിച്ച ആരെങ്കിലും വേണം അദ്ദേഹത്തിന് ഈ ഒരു സമ്മാനം കൊടുക്കാൻ എന്നാണ് അദ്ദേഹം പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു അവാർഡ് കൊടുക്കാൻ യോഗ്യത എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് നമ്മുടെ ആസിഫ് എന്ന ഒരു നടനെ അദ്ദേഹം നല്ല രീതിയിൽ തന്നെ അപമാനിച്ചു വിട്ടു. ഒരു രീതി പോലും അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കാനോ സംസാരിക്കാനോ ആൾ കൂട്ടാക്കിയില്ല. പോയി ഇരുന്നോളൂ എന്ന് പറഞ്ഞിട്ട് അപമാനിച്ചാണ് ആ സ്റ്റേജിൽ നിന്ന് വിട്ടത്. പക്ഷെ അദ്ദേഹം ഒന്നും പറയാതെ തന്നെ എത്രയോ നല്ല മാന്യമായിട്ട് അദ്ദേഹം മാറി നിന്നു. അത് അദ്ദേഹത്തിന്റെ മാന്യത. ഞാൻ ചോദിക്കട്ടെ, ആരാണ് ഈ രമേശ് നാരായണൻ? എനിക്ക് അദ്ദേഹത്തെ വലിയ തോതിൽ അറിയില്ല കേട്ടോ. സീരിയസ് ആയിട്ട് പറയണം, എനിക്ക് അത്ര തോതിൽ അറിയില്ല. സംവിധായകനല്ലേ, സംഗീത സംവിധായകനല്ലേ, എഴുതി പാടിയ ആളൊന്നുമല്ലല്ലോ, സംവിധാനം ചെയ്ത ആളല്ലേ. എന്തിനാണ് ഇത്ര അഹങ്കാരം? ആരാണ് ഇദ്ദേഹം? എന്തായാലും ചെയ്തത് പക്കാ ബോറാണ്. ഒരുപാട് അംഗീകാരങ്ങളും അല്ലെങ്കിൽ ഒരുപാട് പ്രശസ്തി നീട്ടുമ്പോൾ നമ്മൾ മനുഷ്യനെ മറന്നു പോകുമെന്ന് പറയില്ലേ. അഹങ്കരിച്ച് അല്ലെങ്കിൽ അഹങ്കാരം അങ്ങേപ്പുറം എത്തി നിൽക്കുന്ന ഒരു മഹാവൃത്തികെട്ട മനുഷ്യനാണ് ഈ രമേശ് നാരായണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഇപ്പം റിജക്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ പച്ചയ്ക്ക് പറയാണ്. കാരണം അദ്ദേഹം ചെയ്തത് വളരെ മോശമാണ്. കാരണം ഈ ആസിഫ് അലി എന്ന് പറഞ്ഞ യുവനടനാണെങ്കിലും അദ്ദേഹത്തിന്റെ കഴിവ് കൊണ്ട് ഈ സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു സ്ഥാനം സെപ്പറേറ്റ് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ ഒരു വാല്യൂ ഉണ്ട്. എന്തായാലും ഈ പറഞ്ഞ അല്ലെങ്കിൽ ഈ ചെയ്ത ആളെക്കാളും നല്ല വ്യക്തിത്വവും അതേപോലെ തന്നെ നല്ല കഴിവും അതേപോലെ തന്നെ നല്ല വാല്യൂവും ഉള്ളൊരു നടൻ തന്നെയാണ് നമ്മുടെ ആസിഫ് എന്ന് പറഞ്ഞ നടൻ. എന്തായാലും ഇയാളെക്കാളും ഒരു പടി മുന്നിൽ തന്നെയാണ് അദ്ദേഹം. ഇത് ഒരു പടിയല്ല, എത്രയോ പടി മുന്നിലാണ്. ഇദ്ദേഹം വളരെയധികം താഴെയായി പോയി ഇരിക്കണോ അല്ലേ? വളരെ മോശമായി. ഇതിനൊക്കെ പക്കാ രീതിയിൽ തന്നെ റിയാക്ട് അപ്പം തന്നെ ആ സ്റ്റേജിൽ വെച്ചിട്ട് കൊടുക്കണം. അദ്ദേഹം ആരാണ്? ഇയാൾ ആരാണ്? ഒരു നാരായണൻ. എന്തായാലും ഇങ്ങനത്തെ ആൾക്കാരോടൊക്കെ കുറച്ച് റെസ്പെക്ട് കുറഞ്ഞാലും വലിയ മോശമല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അതിനുള്ള ആവശ്യം അദ്ദേഹത്തിനുള്ളൂ, ഈ ഒരു വ്യക്തിക്കുള്ളൂ. അപ്പം ശരി. അതുപോലെ തന്നെ അദ്ദേഹം ഇപ്പം ഈ ഇന്റർവ്യൂവിന്റെ മുന്നിൽ വന്നിട്ടുണ്ട്. റിപ്പോർട്ടർ ടിവിയുടെ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് അദ്ദേഹം പറയുന്ന സിനിമയ്ക്ക് ഞാൻ ജയരാജിന് വേണ്ടിയിട്ട് സംഗീതം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വേദിയിൽ രഞ്ജിത്തിൻ്റെ പടമുണ്ട്. രഞ്ജിത്തിൻ്റെ ക്രൂസ് വന്നു. അതിൻ്റെ മ്യൂസിക് ഡയറക്ടേഴ്സിനെ വിളിക്കുന്നുണ്ട്, സ്റ്റേജിലേക്ക് വിളിക്കുന്നുണ്ട് മൊമെൻ്റ് കൊടുക്കാൻ. അപ്പോൾ അവർ റിസീവ് ചെയ്യുന്നുണ്ട്. എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിനെയും വിളിക്കുന്നുണ്ട്. അപ്പോൾ ജയരാജൻ്റെ കൂടെ എത്തിയപ്പോൾ ജയരാജനെ മാത്രം വിളിക്കുന്നു, ബാക്കിയുള്ള ക്രൂസിനെയും വിളിക്കുന്നു. എൻ്റെ പേര് അവിടെ പരാമർശിക്കുന്നില്ല, വിളിക്കുന്നില്ല. ഓടി വരുന്നു, ആസിഫ് അലി വരുന്നു. ആസിഫ് അലി ഞാൻ വാങ്ങിച്ചു, ആസിഫ് അലിയുടെ നിന്ന് ഈ മൊമെന്റോ വാങ്ങിച്ചു. പക്ഷെ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, ജയരാജും കൂടി ഇരിക്കുന്നുണ്ട് മുന്നിൽ. അപ്പോൾ ഒറ്റയ്ക്കല്ല, ജയരാജും കൂടെ ഈ വേദിയിൽ വരണം എന്നൊരാഗ്രഹത്തിലാണ് ഞാൻ ജയരാജനും കൂടെ ഇങ്ങോട്ട് വിളിക്കുക. ജയരാജനും കൂടെ വിളിക്കുന്നു. ആസിഫ് അലിയുടെ നിന്ന് ഇത് എൻ്റെ കയ്യിലിരിക്കുക. ആസിഫ് അലിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോ മൊമെന്റോ എൻ്റെ കയ്യിലിരിക്കുക. എന്നിട്ടാണ് ജയരാജനും കൂടെ വിളിക്കുന്നത്. ജയരാജി അപ്പോഴാണ് ഇങ്ങനെ കൈ കൊണ്ട് ഞാൻ വിളിക്കുന്നത്. അപ്പം എന്തായാലും ചെറിയ മൂത്തൊരു ടെൻഷൻ കാണുമല്ലോ, ആ വേദിയിൽ ഇരിക്കല്ലേ ഞാൻ. അപ്പോൾ വിളിക്കുന്നു, ജയരാജി വരുന്നു. ജയരാജി കണ്ടല്ലോ അല്ലേ? അപ്പം അദ്ദേഹം പറയുന്നത് ആ ഒരു മൊമെന്റിൽ എനിക്ക് വിട്ടുപോയതാണ്. ജയരാജ് എന്ന് പറഞ്ഞ ആള് കൂടെ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് ആസിഫിനെ ഞാൻ ശ്രദ്ധിക്കാതെ ആയതായിരിക്കാം, മനഃപൂർവ്വമല്ല. ആസിഫ് വലിയൊരു നടൻ തന്നെയാണ്, ചെറിയ നടനൊന്നല്ല. അങ്ങനെ ഇങ്ങനെയെന്നൊക്കെയാണ് മെഴുകാണ് കിടന്നിട്ട്. വീണെടുത്ത് കിടന്ന് ഉരുളുക എന്നൊക്കെ പറയില്ലേ, മെഴുകാണ് കിടന്നിട്ട്. ആൾ ചെയ്തത് പറ്റ അബദ്ധമാണെന്ന് നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാണുന്നവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും റിജക്ട് ചെയ്തതാണ്. ആസിഫിക്ക് അത് കൊണ്ടുകൊടുക്കുന്ന സമയത്തും അദ്ദേഹം ആ ആസിഫിയുടെ മുഖത്ത് നോക്കിയിട്ടില്ല. കൊടുത്തതിന് ശേഷം കൈയോട് പോയി ഇരുന്നു എന്ന് പറഞ്ഞ സമയത്തും അദ്ദേഹം മുഖത്ത് നോക്കിയിട്ടില്ല. വന്നു, നമ്മുടെ ആസിഫ് ഇരുന്ന സീറ്റിന്റെ തൊട്ടടുത്ത് ആരോ അദ്ദേഹം പോയി കാണുന്നുണ്ട്. ആസിഫ് തൊട്ടടുത്തുണ്ട്, ആ ഒരു സീറ്റിന്റെ തൊട്ടടുത്തിരിക്കുന്നുണ്ട്. ആ സമയത്തും ആസിഫ് ഖാൻ അദ്ദേഹം മൈൻഡ് ചെയ്തിട്ടില്ല. അപ്പം അദ്ദേഹം കിടന്ന് മെഴുകുകയല്ലേ. എന്തിനാണ്? കറക്റ്റായിട്ട് മനസ്സിലായി തങ്ങൾ എന്താണ് ചെയ്തതെന്നുള്ള വ്യക്തമായിട്ട് മനസ്സിലായി. എന്തായാലും വളരെ മോശമാണ് ചെയ്തത്, എന്തിൻ്റെ പേരിലാണെങ്കിലും.